ഫ്ലാഷ്ബാക്ക്. കല്യാണക്കുറി വാങ്ങിയിരുന്നോ? വെറൈറ്റി കല്യാണക്കുറിയാണ്, സൂപ്പറാണ്. എല്ലാരും അടിച്ചു കയറി വാ. കല്യാണമാണ് ഗൈസ്, അടിച്ചു കയറി വാ. എല്ലാരും അടിച്ചു കയറി വരണം. അപ്പൊ എല്ലാരും നേരത്തെ തന്നെ എത്തി പരിപാടി കളറാക്കാൻ വേണ്ടി നമ്മളെല്ലാരും എത്തും. അപ്പം ഇനി കല്യാണത്തിന് കാണാം. നമ്മൾ നാരായണൻകുട്ടിയുടെ കല്യാണത്തിന് വന്നിരിക്കുകയാണ്. ഇനി സദ്യ വിളമ്പാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ എക്സൈറ്റഡ് ആണ് ആലപ്പുഴ സദ്യ കഴിക്കാൻ. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അതിരാവിലെ പുറപ്പെട്ടു. രാവിലെ 6:30 എഴുന്നേറ്റ് ഒരു 9 മണിയാകുമ്പോൾ തിരിച്ചു 9 മണിക്കായിരുന്നു കല്യാണം. കറക്റ്റ് 1 മണിക്ക് എത്തി. 4 മണിക്കൂറിന്റെ വ്യത്യാസം. ലേറ്റ് ആയതേയില്ല. വളരെ സന്തോഷമുണ്ട്. പിന്നെ വന്നിട്ടും നമ്മൾ സന്തോഷം വെച്ചാൽ ഫുഡ് കിട്ടി. നമ്മൾ ഫുഡ് കിട്ടില്ലെന്നാണ് വിചാരിച്ചത്. ചേച്ചി എണീപ്പിച്ച് വിട്ടതാണ്. കരഞ്ഞ് നമ്മൾ പന്തലിൽ പോയി കരഞ്ഞൊക്കെയാണ്. ഹലോ, എനിക്ക് ഇല കിട്ടിയില്ല. ദാസന് അഖിലേഷിന് ഇല കിട്ടിയില്ല. കൊല്ലത്തായിരുന്നെങ്കിൽ അടിച്ചനെ കൊല്ലത്തിനെ കുറിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അയൽ സംസ്ഥാനമാണ്, അല്ല അയൽ ജില്ലയാണ്. കഴിയുന്നത്ര ഉയരങ്ങളിലോട്ട് വിനുവിനെ പറഞ്ഞു വിടുക. എത്തിക്കുക. കൊല്ലം ജില്ലക്കാരെ ദാസ എന്താ തുടങ്ങിയ നല്ല ഇഞ്ചിക്കറി. വേറെ കാര്യം ശ്രദ്ധിച്ചാ, ചേച്ചിമാരാണ് കാറ്ററിംഗ് ചേച്ചിമാരാണ്. നമ്മളിവിടെ കുറവാണ്. വനിതാ കമ്മീഷൻ ഇവിടെ അങ്ങനെയാണ്. നീ കഴിച്ചിട്ടില്ലേ? നമ്മുടെ അവിടെ ആദ്യം ചോറാണ്. പപ്പടം വെക്കും. ഇനി ഇവിടെ നെയ്യ് അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഇവിടെ കണ്ട ഫസ്റ്റ് ദേഹത്ത് കുറെ നെയ്യുണ്ടല്ലോ. അതങ്ങ് ഉരുകട്ടെ. നമുക്ക് കഴിക്കാം അല്ലടാ. താലികെട്ട് കാണാൻ പേടിയാന്നുള്ളത് കൊണ്ട് താമസിച്ച് വന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. കറക്റ്റ് സമയത്ത് നിന്റെ താലി കെട്ടാണ് നമുക്കെന്ത് പേടി? അല്ല, സിംഗിൾസ് കുറഞ്ഞു വരുവാണെങ്കിലോ നമ്മളെ എല്ലാ കൈകളും ഉല്ലാസം കിട്ടിയില്ല. കുഞ്ഞില്ലാണ്ടുള്ള ഫോട്ടോഷൂട്ട് കുഞ്ഞില്ല രണ്ടെന്ന് നമ്മളൊക്കെയാണ് ആരാധകരുടെ ഭയങ്കര പന്തലൊക്കെ പൊളിച്ചാണ്. ശാന്തരാകും. എടാ ഓൾഡ് സ്കൂൾ ബോയ്സ് പേര് പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയല്ലേ. അവനെ പഠിപ്പിച്ചടി. ദാസനും എന്തോ പെട്ടെന്ന് എന്തോ ഒരു ഇഷ്ടം പോലെ. ദാസൻ എന്തോ ഒരു പ്രശ്നം. അപ്പൊ അഖിലേഷിനെ കൂട്ടുപിടിച്ചേ ആവുമ്പോ എല്ലായിടത്തും ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യണം. അല്ല, എന്താ പറഞ്ഞാൽ അഖിലേഷിനാണ് ആ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ് കൂടുതലെന്നാണ് ദാസൻ പറഞ്ഞത്. കൈ പിടിച്ച് കൊണ്ടുപോകണ്ട. കാര്യം പറഞ്ഞ് പോണോ? ഇതൊക്കെ ഇടോടാ. ഇടും. ഇതൊക്കെ ഇട്ടാ മാറൂലേ? മാറും. കൊള്ളാടാ, നല്ലതാ. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഇനി നമുക്ക് അവന്മാർ വരും വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ നാരായണക്കുട്ടിയുടെ സ്ഥലം നല്ല വൈബ് സ്ഥലം, നല്ല സ്ഥലം. കണ്ട പാടത്തിന്റെ നടുക്കൂടെ നമ്മുടെ അവര് കണ്ട ഫുഡ് കഴിച്ചൊക്കെ പോകുന്നു. കാക്കത്തമ്പുരാട്ടി എവിടെ? കറുത്ത അല്ലേ? അത് തന്നെ. പക്ഷെ സൂമിയത കിട്ടും. തമ്പുരാട്ടി പോയി പോയി. അതിന്റെ അപ്പുറത്ത് വീണ്ടും ഒരു തമ്പുരാട്ടി, അവിടെ ഒരു തമ്പുരാട്ടി. ഇവിടെ ഇഷ്ടംപോലെ തമ്പുരാട്ടി ഉണ്ട് കേട്ടോ. നല്ല ലൊക്കേഷൻ അല്ലേ? നടക്കാൻ കൊള്ളാം. അങ്ങനെ നമ്മൾ ഈ ഗ്രാമവീഥികളിലൂടെ ഞാൻ നടക്കുകയാണ് അല്ലേ. നടത്തം മാത്രമേ ഉള്ളൂ. കുറച്ച് നേരമായിട്ട് നടക്കുകയാണ്. എടാ വ്ളോഗിൽ എന്തെങ്കിലും പറയടാ. വ്ളോഗിൽ നമ്മൾ ഇന്ന് നാരായണൻകുട്ടിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അതാണ് കുറെ നേരിട്ട് പറയണത്. ആ വഴി തുടങ്ങിയത് തൊട്ടേ അതാണ് പറയുന്നത്. നേരിട്ടൊന്ന് ഒരു ആശംസ അറിയിച്ചിട്ട് നമ്മൾ മടങ്ങും. അതെ
വധുവരന്മാരെ കണ്ട് നമ്മളുടെ ആശീർവാദങ്ങളെ ഏൽപ്പിച്ചിട്ട് ഏറ്റുവാങ്ങാൻ അവർ തയ്യാറാണ്. അതെ അതെ അതെ, നമുക്ക് വേണമെങ്കിൽ ഒരു ഇതിലൂടെ അറിയിക്കായിരുന്നു അല്ലേ, ഒരു മെസ്സേജിലൂടെ. പക്ഷെ നമ്മൾ ഇത്രയും നേരം വണ്ടി ഓടിച്ച് വന്നു. മാറിയാണ്ട വണ്ടി കാണിച്ചു കൊടുക്കട്ടാ. എടാ മാറടാ, നാരായണൻകുട്ടിയുടെ വണ്ടി. ഇനി വേറെ സൂപ്പർ വണ്ടി കാണിച്ചു തരാം. നമ്മുടെ പൊന്നോമനായ നജീബ് ബ്രോയുടെ അല്ലേ, ഇവിടെ ഓഡി Q7 വരെ എനിക്ക് അറിയാന്നുള്ളായിരുന്നുള്ളൂ. Q8 മോഡൽ ഇപ്പോഴാണ് ബ്രോ പറഞ്ഞത്. നമുക്ക് അതിന്റെ ഒരു ടൂർ തരാം നിങ്ങൾക്ക്, Q8 കണ്ടില്ലാത്തവർക്ക്. പക്ഷെ അതിന്റെ അകത്ത് നജീബ് ആയിരിക്കും ഇപ്പൊ ഇരിക്കണം, ആയിരിക്കൂല. ഇറങ്ങി പോടാന്ന് പറയും. ബ്രോ നമ്മളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഈ വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ടും. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 ടയറുകളുണ്ട്. സൂപ്പർ സൂപ്പർ, ഇത് വളവിടാൻ പറ്റിയ സാധനം. ഒരു വഴിവെട്ടി കൊടുത്താൽ ഇത് ശരിക്കും ഓഡി Q8 നമ്മുടെ സുഹൃത്തിനാണ്, അനസ് റഹ്മാൻ എന്നാണ് ഓണറുടെ പേര്. Q8 എടുത്തിട്ട് RS കിറ്റ് ചെയ്തിരിക്കണം. എനിക്ക് വളരെ റയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്റീരിയർ സ്പെഷ്യലാണ്. ഇത് ഇതിന്റെ കൂടെ കിട്ടൂല കേട്ടോ, സോറി. ഫുള്ളി ചേഞ്ച് ചെയ്തേക്കണാണ്, കസ്റ്റമൈസ് ചെയ്തതാണ്. വാങ്ങുമ്പോൾ ഈ കളർ ആയിരിക്കില്ല. പിന്നെ ഇതിന്റെ ബമ്പറില്ലേ ഫ്രണ്ടില്, നമ്മൾ വിദേശത്തുനിന്ന് UK ഇമ്പോർട്ട് ചെയ്തിട്ട് കിറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തെങ്കിലും പറ്റിയാൽ നന്നാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതിന്റെ ഡാഷ് എന്താ കാണിച്ചു കൊടുക്കുക. ലൈക്ക് കോക്പിറ്റ് ആണ്. ഇപ്പം രാത്രിയിലൊക്കെ കാണുമ്പം ഒരു കോക്പിറ്റ് വ്യൂ പോലെ ഉണ്ടാവും. ഓഡി കോക്പിറ്റ് എന്നാണ് സാധാരണ പറയാം. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ മൈലേജ് ആണ്. 4 മുതൽ 5, 6 ഒക്കെ കിട്ടും. 100 രൂപക്ക് 5 കിലോമീറ്റർ യാത്ര ചെയ്ത് വരാം. കിലോമീറ്ററിന് 20 രൂപയാവുന്നു. ഒരു വാക്ക് അറൗണ്ട് കാണിക്കണം. ലോഗോ ഒക്കെ സാധാരണഗതിയിലൊരു സിൽവറാണ്. ഡീക്രോം ചെയ്തു. എനിക്ക് Q7 വരെ അറിയാവുള്ള നിനക്കറിയായിരുന്നു? എനിക്ക് പറഞ്ഞൂടെ? വണ്ടിയെ കുറിച്ച് ഒന്നും പറഞ്ഞു. നമ്മൾ ഏത് വണ്ടി എടുത്താലും ചോദിക്കണേ, എല്ലാത്തിലും 4 വീലല്ല സത്യം ചോദിക്കാറുണ്ട്. അപ്പൊ അവന് വേണ്ടി ഞാൻ ഫസ്റ്റ് പറഞ്ഞു. അവനാ ബൊക്കെ ഓടറ, ഉല്ലാസിന് ബൊക്കെ ഓട്. എല്ലാവരും നമ്മുടെ അനുവാദം ചോദിച്ചിട്ടേ പോകാറുണ്ട്. ഇടി വാങ്ങിച്ചു തരല്ലേ. മധുരം. ഷോർട്ട് ബ്രേക്ക് ആണോ? ഇതാണ് എന്റെ പൊണ്ടാട്ടി. പൊണ്ടാട്ടി അല്ല, എന്റെ കൂട്ടുകാരി. ഞാനവിടെ കല്യാണം അപ്പം ഞങ്ങൾ പോയി റിസപ്ഷന്റെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരാം. ശരി, ഓക്കെ. നജീബ് ബ്രോ, ഒറ്റ വാക്ക്, നജീബ് ബ്രോ വണ്ടി ഇറങ്ങാൻ നല്ലതാണ്. പിന്നെന്താ ഞാൻ എന്നും പറയും, ഒറ്റ പുറത്ത് പുള്ളിയാൻ കൊണ്ടുവന്നു. അക്കാര്യത്തിൽ നജീബ് ബ്രോ. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ പൊന്നോമന കുട്ടനായ വേറെ നാരായണക്കുട്ടന് നമ്മളുടെ ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ മംഗളാശംസകൾ നേരുന്നു. നന്നായി ബൈ.